വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചിന് ഇത് ആശ്വാസത്തിന്റെ ദിനം. 5 വർഷങ്ങൾക്ക് ശേഷം അസാഞ്ച് ജയിൽ മോചിതനായി. ബ്രിട്ടനിലെ ജയിലിലായിരുന്നു അസാഞ്ച്. US പ്രോസിക്യൂട്ടർമാരുമായി നടത്തിയ ഉടമ്പടിയെ തുടർന്നാണ് ജയിൽ മോചനം. അമേരിക്കയുടെ ദേശീയ പ്രതിരോധ വിവരങ്ങൾ ചോർത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായെന്ന് അസാഞ്ച് കുറ്റസമ്മതം നടത്തണമെന്നാണ് കരാർ. ഇരുകൂട്ടരും തമ്മിൽ ധാരണയിലെത്തിയതിന് തൊട്ടുപിന്നാലെ അസാഞ്ച് ലണ്ടൻ വിട്ടു. ജൂലിയൻ അസാഞ്ച് സ്വതന്ത്രനാണ് എന്നും രാജ്യം വിട്ടെന്നും ബ്രിട്ടീഷ് സമയം ചൊവ്വാഴ്ച പുലർച്ചെ വിക്കിലീക്സ് റിപ്പോർട്ട് ചെയ്തു. പ്രാദേശിക സമയം ബുധനാഴ്ച രാവിലെ അദ്ദേഹം പസഫിക്കിലെ US പ്രദേശമായ നോർത്തേൺ മാരിയാന ദ്വീപുകളിലെ കോടതിയിൽ ഹാജരാകും. തുടർന്ന് എസ്പണേജ് ആക്ട് പ്രകാരമുള്ള ചാരവൃത്തി കേസിൽ കുറ്റസമ്മതം നടത്തും. കരാർ പ്രകാരം അദ്ദേഹത്തിന് ലഭിക്കാനുള്ള 62 മാസത്തെ തടവ് ശിക്ഷ ലണ്ടനിൽ അനുഭവിച്ച തടവിന് തുല്യമായതിനാൽ വെറുതെ വിടാനാണ് ധാരണ. ശേഷം അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് മടങ്ങുമെന്നാണ് വിക്കിലീക്സ് റിപ്പോർട്ട്. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും അമേരിക്ക നടത്തിയ രഹസ്യപ്രവർത്തനങ്ങളുടെ രേഖകൾ ചോർത്തി പുറത്തുവിട്ടതോടെയാണ് അസാഞ്ച് ലോകശ്രദ്ധ നേടുന്നത്. വിദേശ രാജ്യങ്ങളിൽ അമേരിക്കൻ സൈന്യം നടത്തിയ നിയമവിരുദ്ധവും മനുഷ്യത്വരഹിതവുമായ പല പ്രവർത്തനങ്ങളും തുറന്നുകാട്ടുന്ന 3 ലക്ഷത്തിലധികം പേജുള്ള റിപ്പോർട്ടാണ് അസാഞ്ച് വിക്കിലീക്സിലൂടെ പുറത്തുവിട്ടത്. ഇതോടെ അസാഞ്ച് US സർക്കാരിന്റെ നോട്ടപ്പുള്ളിയായി മാറി. 2010 അവസാനത്തിലായിരുന്നു സംഭവം. എല്ലാ രാജ്യങ്ങളിലുമുള്ള അമേരിക്കൻ എംബസികൾ വഴി ചാരപ്രവർത്തനം നടന്നിരുന്നു എന്നതും സഖ്യരാജ്യങ്ങളുടെ തലവന്മാരെപ്പറ്റി തരം താഴ്ന്ന രീതിയിൽ അമേരിക്കൻ നേതാക്കൾ പരാമർശങ്ങൾ നടത്തി എന്നുമുള്ള വെളിപ്പെടുത്തലുകൾ അമേരിക്കൻ ഭരണകൂടത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിരോധത്തിലാക്കി. കേബിൾ ഗേറ്റ് റോ എന്നറിയപ്പെടുന്ന ഈ വിവാദരേഖ വെളിപ്പെടുത്തലിനു ശേഷം അസാഞ്ചിന് വീരനായ പരിവേഷമാണ് പല മാധ്യമങ്ങളും പ്രസ്ഥാനങ്ങളും നൽകിയത്. തുടർന്ന് ട്രംപ് ഭരണകൂടം ദേശീയ സുരക്ഷ അപകടത്തിലാക്കുകയും പ്രതിരോധ വകുപ്പിന്റെ പാസ്വേഡ് തകർക്കാൻ ഗൂഢാലോചന നടത്തുകയും ചെയ്തെന്നാരോപിച്ച് അസാഞ്ചിനെതിരെ കേസെടുത്തു. മിലിറ്ററി ഇന്റലിജൻസ് അനലിസ്റ്റായ ചെൽസി മാനിങ്ങുമായി ചേർന്നാണ് അസാഞ്ച് വിക്കിലീക്സ് രേഖകൾ ചോർത്തിയതെന്നാണ് US ഗവൺമെന്റിന്റെ ഭാഷ്യം. ജൂലിയൻ അസാഞ്ചിനെ ഒരു പത്രപ്രവർത്തകനെന്ന് വിളിക്കാനാകില്ല. ഉത്തരവാദപ്പെട്ട ഒരു നടനോ പത്രപ്രവർത്തകനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യക്തിയോ യുദ്ധമേഖലകളിൽ രഹസ്യ സ്വഭാവത്തിലുള്ള മനുഷ്യരെക്കുറിച്ചുള്ള തനിക്കറിയാവുന്ന വിവരങ്ങളും പേരുകളും മനഃപൂർവ്വം പ്രസിദ്ധീകരിച്ച് അവരുടെ ജീവൻ അപകടത്തിലാക്കില്ല എന്നാണ് അസാഞ്ചിനെക്കുറിച്ച് അന്നത്തെ ദേശീയ സുരക്ഷാ വിഭാഗത്തിലെ ഉന്നതോദ്യോഗസ്ഥനായ ജോൺ ഡെമേഴ്സ് പറഞ്ഞത്. ഇക്കാലയളവിൽ വിവിധ രാജ്യങ്ങളിൽ മാറി മാറി താമസിച്ച അസാഞ്ച് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സെൻസർഷിപ്പിനെക്കുറിച്ചും സംസാരിക്കുകയും ചെയ്തു. അസാഞ്ചിനായി വൻ വലകൾ വിധിച്ചാണ് അമേരിക്ക കാത്തിരുന്നത്. അക്കാലത്ത് തന്നെ സ്വീഡനിൽ അസാഞ്ചിനെതിരെ ഉയർന്നുവന്ന ലൈംഗികാരോപണ കേസിൽ ഇന്റർപോൾ റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ചതോടെ അസാഞ്ച് കൂടുതൽ പ്രതിരോധത്തിലായി. തന്നെ അറസ്റ്റ് ചെയ്ത് അമേരിക്കയ്ക്ക് കാഴ്ചവെക്കാനാണ് സ്വീഡൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. നിൽക്കക്കള്ളി ഇല്ലാതായതോടെ ബ്രിട്ടനിലെ കോടതിയിൽ അസാഞ്ച് കീഴടങ്ങി. എന്നാൽ അസാഞ്ചിനെ സ്വീഡന് കൈമാറണമെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. തുടർന്ന് അവിടെ നിന്നും രക്ഷപ്പെട്ട് ലണ്ടനിലെ ഇക്വഡോറിയൻ എംബസിയിൽ അസാഞ്ച് അഭയം പ്രാപിച്ചു. പുറത്തിറങ്ങിയാൽ ബ്രിട്ടൻ മെട്രോപൊളിറ്റൻ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന അവസ്ഥ. 2019 ഇക്വഡോർ അസാഞ്ചിന് നൽകിയ രാഷ്ട്രീയ അഭയം പിൻവലിച്ചതോടെ ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസ് എംബസിയിൽ നിന്നും വലിച്ചിറക്കി അസാഞ്ചിനെ അറസ്റ്റ് ചെയ്തു. അന്നുമുതൽ ലണ്ടനിലെ ബെൽമാർഷ് പ്രിസണിലെ തടവുകാരനാണ് അസാഞ്ച്. ബെൽമാർഷ് ജയിലിൽ ദിവസത്തിൽ 23 മണിക്കൂറും തന്റെ സെല്ലിൽ തന്നെ കഴിയണമെന്ന വ്യവസ്ഥയിലാണ് കഴിഞ്ഞ 5 വർഷമായി അസാഞ്ച് US എക്സ്ട്രഡിഷൻ നിയമങ്ങളെ പ്രതിരോധിച്ചിരുന്നത്. കൂട്ടിന് 232 പുസ്തകങ്ങളും. ദിവസത്തിൽ 1 മണിക്കൂർ മാത്രം ജയിൽ വളപ്പിൽ വ്യായാമം ചെയ്യാനുള്ള അനുമതിയുണ്ടായിരുന്നു. അതുമാത്രമാണ് സെല്ലിന് പുറത്ത് ശുദ്ധവായു ശ്വസിക്കാൻ ലഭിച്ചിരുന്ന ഏക അവസരവും. ഈ ദുരിതത്തിൽ നിന്നുള്ള മോചനം കൂടിയാണ് ഈ ഉടമ്പടിയിലൂടെ 52-കാരനായ അസാഞ്ചിന് കൈവന്നിരിക്കുന്നത്. അസാഞ്ചിന്റെ മോചനത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബം വളരെ സന്തുഷ്ടരാണ്. എന്റെ മകന്റെ സഹനം ഒടുവിൽ അവസാനിക്കുന്നു എന്നതിൽ സന്തോഷം. ഇത് ശാന്തമായ നയതന്ത്രത്തിന്റെ പ്രാധാന്യവും ശക്തിയുമാണ് തെളിയിക്കുന്നത് എന്ന് ജൂലിയന്റെ അമ്മ ക്രിസ്റ്റീന മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അസാഞ്ചിന്റെ പിതാവ് ജോൺ ഷിപ്റ്റണും ഓസ്ട്രേലിയൻ സർക്കാരിന് നന്ദി പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. ജൂലിയന് ഓസ്ട്രേലിയയിലേക്ക് മടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സാധ്യമാക്കിയ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിനും
മറ്റെല്ലാ അഭ്യുദയകാംക്ഷികൾക്കും നന്ദിയെന്ന് അദ്ദേഹം ABC ന്യൂസിനോട് പ്രതികരിച്ചു.